ജീവിതം ചിലപ്പോൾ നമ്മളെ വേർപിരിച്ചിടും, പക്ഷേ ചില ആളുകളെ വീണ്ടും നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരും. എന്റെ പേര് അജയ്. ഇന്ന് ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരു ചെറിയ ജോലി, ഒരു ശാന്തമായ ജീവിതം. പക്ഷേ ഒരിക്കൽ എന്റെ ജീവിതം നിറഞ്ഞിരുന്നത് ഒരു പെൺകുട്ടിയാലായിരുന്നു. അവളുടെ പേര് ദേവിക. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് പരിചയം. ആദ്യമായി കണ്ട ദിവസം തന്നെ അവൾ വളരെ ഡിഫറന്റായിരുന്നു. എല്ലാവരും ചിരിക്കുമ്പോൾ അവൾ ശാന്തമായി ഇരിക്കും. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു കഥയുണ്ടായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നീട് അതൊരു പ്രണയമായി മാറി. ദേവിക എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അവൾ എന്റെ സ്വപ്നങ്ങൾ വിശ്വസിച്ചു, എനിക്ക് ആത്മവിശ്വാസം നൽകി. അജയ്, നീ ഒരിക്കൽ വലിയ ആളാകും, അവൾ പറഞ്ഞിരുന്നു. പക്ഷേ ജീവിതം എപ്പോഴും നമ്മുടെ പ്ലാനുകൾ പോലെ പോവില്ല. കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ജോബ് സെർച്ചിൽ സ്ട്രഗിൾ ചെയ്തു. പണമില്ല, സ്ഥിരതയില്ല. ദേവികയുടെ വീട്ടുകാർക്ക് ഇത് സമ്മതമല്ലായിരുന്നു. ഒരു ദിവസം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അജയ്, എന്റെ വിവാഹം ഫിക്സ് ചെയ്തു. എന്റെ ലോകം തകർന്നു. നീ എന്താണ് പറയുന്നത്? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അവളെ തടഞ്ഞില്ല. കാരണം അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൾ പോയി, എന്റെ ജീവിതത്തിൽ നിന്ന്. വർഷങ്ങൾ കടന്നു. ഞാൻ സ്ലോലി സെറ്റിലായി. ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ജീവിതമൊന്നു ശരിയായി. പക്ഷേ എന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത. ഒരു മഴയുള്ള രാത്രി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോൾ ടക് ടക് വാതിൽ തട്ടുന്ന ശബ്ദം. ഞാൻ വാതിൽ തുറന്നു. അവിടെ ഒരു സ്ത്രീ നിന്നു. തളർന്ന മുഖം, കണ്ണുകളിൽ വേദന. ആരാണ്? ഞാൻ ചോദിച്ചു. അവൾ എന്നെ നോക്കി. അജയ്. ആ ശബ്ദം. എന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി. ദേവികയോ? അതെ, അവൾ തന്നെ. പക്ഷേ അവളിനി പഴയ ദേവികയല്ലായിരുന്നു. ഞാൻ അവളെ അകത്തു വിളിച്ചു. അവൾ ശാന്തമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഞാൻ ചോദിച്ചു. അവൾ മന്ദമായി പറഞ്ഞു, എന്റെ വിവാഹം സന്തോഷകരമായിരുന്നില്ല. എന്റെ ഹൃദയം വീണ്ടും വേദനിച്ചു. അവൻ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയില്ല. പിന്നെ ഞാൻ ഡിവോഴ്സ് എടുത്തു. ഞാൻ മിണ്ടാതെ നിന്നു. അവൾ എന്നെ നോക്കി. ഞാൻ തിരികെ വന്നത് ഒരു കാരണത്താലാണ്. എന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. നീ ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം എന്റെ ഉള്ളിലൊളിഞ്ഞിരുന്ന എല്ലാ ഓർമ്മകളും പുറത്തെടുത്തു. ഞാൻ അവളെ നോക്കി. സ്നേഹം ഒരിക്കലും പോയിട്ടില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. എന്നെ വീണ്ടും സ്വീകരിക്കുമോ? ഞാൻ കുറച്ചു നിമിഷം ചിന്തിച്ചു. വർഷങ്ങൾ, വേദന.